നമ്മളെ ഒരു സെമി ടൈമിലാണ് ആളെ പിടിച്ചാൽ കടിക്കും, ഭയങ്കരമായിട്ട് കടിക്കും. സെമി ടൈമിലാണ് നല്ല നല്ല രീതിയിൽ കടിക്കുന്നുണ്ട്. ഇത് പറയത്തൊക്കെ ഒരു ഇണക്കമൊന്നുമില്ല, നല്ല രീതിയിൽ കടിക്കുന്നു. ഹലോ 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 കടിക്കാതെ ഹലോ 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 ബാ 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 ആ. നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺകൊന്നൂറുകളെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ്. പക്ഷിപ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പക്ഷി തന്നെയാണ് സൺകൊന്നൂർ. സൺകൊന്നൂർ പൊതുവെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല, എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതിൻ്റെ മഞ്ഞ കലർന്ന കളറും, അതുപോലെ ചിറകിൻ്റെ സൈഡിലൊക്കെ വരുന്ന ഒരു പച്ച കളറും, ചെസ്റ്റിൽ വരുന്ന ഒരു ലൈറ്റായിട്ടുള്ള ഒരു റെഡും, അതിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന ചെറിയ വട്ടത്തിലുള്ള ചുമപ്പ് പൊട്ടുകളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് സൺകൊന്നൂറുകൾ. ഇപ്പോൾ ഏത് പക്ഷി വളർത്തുന്നതായാലും ശരി തന്നെ, മെക്കാവ് വളർത്തുന്നതായാലും ശരി തന്നെ, ഏത് പക്ഷി വളർത്തുന്നവർക്കും സൺകൊന്നൂർ വളരെയധികം ഇഷ്ടമാണ്. ഇവന്മാർ ഭയങ്കര കടിയാണ്. ഇവർ ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന പക്ഷികളാണ്. ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന പക്ഷികളല്ല, ഒച്ചത്തിൽ തന്നെ ഇവർ നല്ല സൗണ്ട് ഉണ്ടാക്കും. ഇണക്കി വളർത്താനൊക്കെ ഇവർ ഏറ്റവും നല്ല പക്ഷികളാണ്. ഇവരുടെ ജന്മനാട് തെക്കേ അമേരിക്ക, മധ്യ അമേരിക്കയിലാണ് ഇവരുടെ ജന്മനാട്. 3 മുട്ട മുതൽ ഒരു 4-5 മുട്ടയൊക്കെ ഇവരിടുന്നുണ്ട്. അടയിരുന്ന് കുഞ്ഞുങ്ങൾ വിരിയാനുള്ള കാലയളവ് ഒരു 26-28 ദിവസം വേണം. കാലാവസ്ഥയിലുണ്ടാകുന്ന ചെറിയ ചൂട് തണുപ്പ് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ 1-2 ദിവസത്തെ വ്യത്യാസം ഉണ്ടാകും കുഞ്ഞുങ്ങൾ വിരിയാൻ വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ സ്വന്തമായിട്ട് പേരൻസ് തന്നെ തീറ്റ കൊടുത്ത് അവർ പുറത്ത് ഇറങ്ങി ഫുള്ള് തൂവലൊക്കെ ആയി പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടും സ്വന്തമായിട്ട് തീറ്റ തിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടും ഏകദേശം ഒരു 2-2.5 മാസത്തിന് മുകളിലോട്ട് വേണം, എങ്കിലേ അവർ സ്വന്തമായിട്ട് തീറ്റ തിന്ന് തുടങ്ങുകയുള്ളൂ നല്ല രീതിയിൽ. അത് ആ ഒരു പ്രായം ആകുമ്പോൾ ഫുള്ള് പറക്കാനുള്ള ഒരു മോൾട്ടിങ് ആവും, തൂവലൊക്കെ നല്ല മോൾട്ടിങ് ആവും, നല്ല സൈസിലോട്ട് മാറി വരും. കൊന്നൂറുകളെ പൊതുവെ DNA-യിലൂടെയാണ് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരു 30%-40% മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെയെന്ന് വെച്ചാൽ, മെയില് കളറ് അല്പം ഡാർക്കായിരിക്കും. ഒന്നാമത്തെ കാര്യം, മെയിലിൻ്റെ കളറ് ഡാർക്കായിരിക്കും. അതിൻ്റെ ചെസ്റ്റൊക്കെ വരുന്ന കളറ് കുറച്ച് റെഡ് കൂടുതലായിരിക്കും മെയിലിൻ്റെത്. അതുപോലെ ബാക്ക് സൈഡ് വരുന്ന ഭാഗം, രണ്ട് ചിറകിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ബാക്ക് സൈഡ് അവിടെയും കുറച്ച് റെഡ് കൂടുതലായിരിക്കും. ഫീമെയിൽ ആണെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലൊരു റെഡ് ഉണ്ടാകില്ല, മെയിലിനെ അപേക്ഷിച്ച് ഒരു റെഡ് അല്പം കുറവായിരിക്കും. ബാക്ക് സൈഡ് മുതുകിൻ്റെ ഭാഗം വരുന്ന ആ സൈഡും കുറച്ച് മഞ്ഞ കൂടുതലായിരിക്കും, റെഡ് കുറവായിരിക്കും. കൊന്നൂറുകൾ പൊതുവെ അഡൽറ്റ് ആവുന്നത്, സ്മാൾ കൊന്നൂറുകളല്ല, ഈ സൺകൊന്നൂർ, ജാൻഡിയ, അതൊക്കെ അഡൽറ്റ് ആവുന്നത് ഒരു 2 വയസ്സ് കഴിയുമ്പോഴാണ് അഡൽറ്റ് ആവുന്നത്. ഒരു 2 മുതൽ 2.5 വയസ്സിൻ്റെ ഉള്ളിൽ ബ്രീഡിങ് ആരംഭിക്കും. ഇവർക്ക് ഒരു കേജിൻ്റെ അളവ് ഉള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. അപ്പോൾ ആ ഒരു ടൈപ്പ് കൂടുകളൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ വലിപ്പം ഏറ്റവും വലിപ്പം ഉള്ള കൂടുകളായാലും കുഴപ്പമില്ല. ഏവിയറി പോലെ ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് ഇപ്പോൾ 4-5 പേരൊക്കെ ഒന്നിച്ച് വേണമെങ്കിൽ ഇടാം. കൊന്നൂറുകൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു 4-5 പേരൊക്കെ ഒന്നിച്ചിടാം. നമുക്ക് ഏവിയറികളിലൊക്കെ 4-5 പേർ ഒന്നിച്ചിട്ട് അത് ആ ഒരു ബ്രീഡിങ് ഒരു സ്റ്റേജ് വരുമ്പോൾ ബ്രീഡിംഗ് ബോക്സുകൾ പല ഭാഗങ്ങളിലായിട്ട് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഏവിയറി പോലെ ചെയ്ത് നമുക്ക് അധികമായിട്ട് കൊന്നൂറ് വെറൈറ്റികളൊക്കെ ഒന്നിച്ചിടാൻ പറ്റും. ഇവരുടെ ആഹാരക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് അധികമായിട്ട് ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ് കൊന്നൂറുകൾ പൊതുവെ മൊത്തത്തിൽ. ഇവർക്ക് സീഡ് ഞാനിവിടെ കൊടുക്കുന്നത് വൈകുന്നേര സമയത്താണ് കൊടുക്കുന്നത്. ഒരു 4 മണി 5 മണിക്ക് ശേഷം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സീഡ് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് സീഡ് തന്നെ കഴിക്കുകയുള്ളൂ, മറ്റുള്ള ആഹാരങ്ങളൊന്നും അധികമായിട്ട് കഴിക്കാൻ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ രാവിലെ മുളപ്പിച്ച ധാന്യങ്ങളും, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും, പച്ചക്കറികളും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ കൊടുക്കുക. ഉച്ചയ്ക്ക് ശേഷം മാത്രം നമ്മൾ സീഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ സീഡ് രാവിലെ തൊട്ട് സീഡും അല്ലെങ്കിൽ മറ്റ് സീഡ് വർഗ്ഗങ്ങൾ, തെനയോ സഫോളയോ മറ്റെന്ത് സംഭവം ഇരുന്നാലും അത് തന്നെ ആദ്യം കഴിക്കും. കുതിർത്ത് നമ്മളെ കടലവർഗ്ഗങ്ങളോ പയർവർഗ്ഗങ്ങളോ പച്ചക്കറികളോ അതൊന്നും ഒരു കഴിക്കാനായിട്ട് ഒരു മടി കാണിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് ഒരു 4 മണിക്ക് ശേഷം സൂര്യകാന്തി അല്ലെങ്കിൽ സീഡ് ഐറ്റംസ് വെച്ചാൽ മതി.
കൊനൂറുകളുടെ ബ്രീഡിംഗ് കേജ് ബോക്സിൻ്റെ അളവ് 2 അടി ഹൈറ്റിൽ ചെയ്താലും കുഴപ്പമില്ല, 1.5 അടി ഹൈറ്റിൽ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് 2 അടി സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ 2 അടി ബ്രീഡിംഗ് ബോക്സ് വയ്ക്കുന്നതാണ് നല്ലത്. കുറച്ച് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ബ്രീഡിങ് നല്ലതാണ്. ഇവർക്ക് ആവശ്യം ഇരുട്ടുള്ള സ്ഥലങ്ങളാണ് ബ്രീഡിങ് നടക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. അപ്പോൾ 2 അടി ആകുമ്പോൾ കുറച്ച് ഹൈറ്റിലാകുമ്പോൾ ഇരുട്ട് കുറച്ചും കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ 1.5 അടി ഹൈറ്റ് ആയാലും മതി. 1.5 അടി ഹൈറ്റ്, ഉള്ളിൽ വന്നിട്ട് 1 അടി വ്യാസം, ഉള്ളിൽ 1 അടി മതി. പിന്നെ അതുപോലെ തന്നെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി പോകാൻ ചെറിയൊരു ഹോളും, നമുക്ക് മുട്ടയോ കുഞ്ഞുങ്ങളൊക്കെ ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാത്ത ഒരു ചെറിയൊരു ഡോറ്, അത് ഒരു 5 ഇഞ്ച് സ്ക്വയറിൻ്റെ ഒരു ഡോറും കൂടെ വെച്ചാൽ ധാരാളം പറ്റും. ബ്രീഡിംഗ് ബോക്സ് നമുക്ക് ആ രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. പക്ഷികൾക്ക് പ്രധാനമായി വരുന്ന അസുഖം ഫംഗൽ ഇൻഫെക്ഷൻ വഴി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പല അസുഖങ്ങളിലോട്ട് മാറി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നെഞ്ചുണക്ക് പോലുള്ള അസുഖങ്ങളെല്ലാം ആ ഒരു ഫംഗൽ ഇൻഫെക്ഷനിലൂടെയാണ് വരുന്നത്. പെട്ടെന്ന് പക്ഷികൾ ഒരിക്കലും മരണപ്പെടില്ല. ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, തലയിലെ മുകൾ ഭാഗത്തുള്ള മുടിയൊക്കെ ഒന്ന് വിടർത്തി വെച്ചിരിക്കും, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറിയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കുന്നതാണ്. പഴകിയ ആഹാര സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരാം. ചിലപ്പോൾ നമ്മൾ ഇന്ന് വയ്ക്കുന്ന ആഹാരം അത് 2 ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. അതുപോലെ തന്നെ കേജിൻ്റെ ഉള്ളിൽ ആഹാരം കിടക്കുകയാണ്, അതായത് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം താഴെ വീണ് അത് ഒരു 2 ദിവസം കഴിഞ്ഞാലും ഒരു പൂപ്പൽ പോലെ സംഭവം വരും. ആ പൂപ്പൽ പോലത്തെ സംഭവമാണ് ഇൻഫെക്ഷനായിട്ട് മാറുന്നത്. അതുപോലെ പക്ഷികൾക്ക് കേജിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാഷ്ടം കഴിച്ചാലും അത് ഇൻഫെക്ഷൻ വരാം. കുടിക്കാൻ വയ്ക്കുന്ന വെള്ളത്തിൽ കാഷ്ടം വീണാൽ ആ വെള്ളം കുടിച്ചാലും അതിൽ കൂടെയും ഇൻഫെക്ഷൻ വരാം. നമ്മൾ മാക്സിമം കൂടും പാത്രങ്ങളും ആഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കും. ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരുന്നു കഴിഞ്ഞാൽ 99% നമുക്ക് നല്ല രീതിയിൽ പക്ഷികളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മാക്സിമം നമ്മൾ ഇന്ന് വയ്ക്കുന്ന ആഹാരം, രാവിലെ വയ്ക്കുന്ന ആഹാരങ്ങൾ വൈകുന്നേരം തന്നെ ആ പാത്രങ്ങൾ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വീണ്ടും വെള്ളവും അതുപോലെ തന്നെ പുതിയ ആഹാരങ്ങൾ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമ്മൾ ഇങ്ങനെ വൃത്തിയായി ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റു കൂട്ടുകാരിലോട്ടൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം. ശുഭദിനം.